അപ്പോൾ നാളെ പെരുന്നാളല്ലേ, അപ്പം നമ്മൾ വിചാരിച്ചൊരു ഗെറ്റ് റെഡി ചെയ്താലോ. അപ്പോൾ നമുക്ക് ചെയ്താലോ? ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ന്യൂട്രിഡെമിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. സാധാരണ ഞാൻ എടുക്കുന്നത് ഒരു മാമായർത്തിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. പക്ഷേ ഓർമ്മശക്തി കൂടുതലായതുകൊണ്ട് എവിടെ വെച്ചെന്നൊന്നും എനിക്കറിയാൻ വയ്യ. പിന്നെ കൈ കിട്ടിയ ഒരു മോയ്സ്ചറൈസറും എടുത്തിട്ടങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നപ്പോൾ അതിനകത്താണെങ്കിൽ ഒട്ടുമില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞെക്കി പിഴിഞ്ഞ് ഒരു തുള്ളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അല്ലു ചിരിക്കുന്നുണ്ട്, ഒട്ടുമില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ മോയ്സ്ചറൈസർ ഇടുന്നില്ല, അവൾക്ക് പൗഡറിൽ തന്നെ ഒതുക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. പിന്നെ മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഐലൈനറും പിന്നെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കും പിന്നെ നമുക്കൊരു ലിപ് ബാമും ഒരു കരിയും മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ മോളും കൂടെ ചെയ്യുന്നത് കൊണ്ട് എന്തായാലും കൺസീലറോ അല്ലെങ്കിൽ ഫൗണ്ടേഷനോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്കും വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കും. പിന്നെ അത് കൊടുത്തില്ലെങ്കിൽ എന്തായാലും ഈ ഗെറ്റ് റെഡി വിത്ത് മീൽ അവൾ ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും പൗഡറിൽ ഒതുക്കിയിട്ടുണ്ട്. മോയ്സ്ചറൈസർ എടുത്തപ്പോൾ തന്നെ പറയുന്നുണ്ട് എനിക്കൂടി തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് തരില്ല, പൗഡർ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങ് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഐലൈനറാട്ടോ എഴുതുന്നത്. അപ്പോൾ ഐലൈനർ എഴുതുമ്പം തന്നെ അവളുടെ ലുക്ക് മാറുന്നുണ്ട്. സാധാരണ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഐലൈനറൊന്നും എഴുതാറില്ല, ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് ഇടും, കണ്ണിലൊന്ന് കരിയും കൂടെ ഒക്കെ എഴുതിയിട്ടാട്ടോ പോണത്. ഇന്നെന്തായാലും ഐലൈനറും കൂടെ എഴുതുന്നുണ്ടേ. പിന്നെ അവളുടെ പിരികത്ത് ഞാൻ കരി വരച്ച് കൊടുക്കുന്നുണ്ട്. പിരികം നല്ല കറുപ്പ് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് കരിയാട്ടോ എടുക്കുന്നത്, ഐബ്രോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും കരി വരയ്ക്കുന്നില്ല, ഞാൻ പിരികമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കരി വരയ്ക്കുമ്പോൾ തന്നെ ഒരു ഷേപ്പ് ഇല്ലാതിരിക്കും, അപ്പോൾ അതുകൊണ്ട് ഞാൻ കരി വരയ്ക്കുന്നില്ല. അപ്പോൾ ഐലൈനർ എഴുതുവാണ് കേട്ടോ. അപ്പോൾ ഐലൈനർ എഴുതിയിട്ടുള്ള ലാസ്റ്റ് ലുക്ക് ഇങ്ങനെ കേട്ടോ. എഴുതിയതൊന്നും ശരിയായില്ല, സാധാരണ രീതിയിൽ ഒരു സിമ്പിൾ മേക്കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഒരു ഇതിലൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഇപ്പോൾ ഐലൈനറൊക്കെ ഞാൻ എന്തായാലും എഴുതി സെറ്റായിട്ടുണ്ട്. ഇനി മോൾക്ക് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോളുടെ ഐലൈനർ എഴുതുമ്പം തന്നെ അവളുടെ ലുക്ക് മാറുന്നുണ്ട്. ഇപ്പോഴും പറയുന്നു ഗെറ്റ് റെഡി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ലുക്കൊന്നുമില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ ലുക്കിൽ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ IPL തുടങ്ങിയതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെയാണ് TV-യുടെ. അപ്പോൾ ഇനി എടുക്കുന്നത് ഒരു ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ ലിപ് ബാമും കൂടി ഇട്ട് കഴിഞ്ഞാൽ പകുതി പരിപാടി കഴിഞ്ഞെന്ന് പറയാം. അപ്പോൾ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം മോൾക്കൂടി ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് പേരിനും വേണ്ടിയിട്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളേ. അപ്പോൾ ലിപ് ബാമും കൂടി അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഡാസ്ലറിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ആട്ടോ ഞാൻ ഇടുന്നത്. അത് ഒരുപാട് ഇടുമ്പം തന്നെ നമ്മുടെ ചുണ്ടിന് ഭയങ്കരമായിട്ട് കളർ എടുത്ത് അറിയിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ജസ്റ്റ് ഒന്ന് പേരിനും വേണ്ടിയിട്ട് ഞാനൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. മോൾക്കും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ TV ഒക്കെ കാണുന്നത് കൊണ്ട് എന്തായാലും ഇപ്പം ഇങ്ങോട്ട് വരത്തില്ല, അപ്പോൾ അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് ഇടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും ഒരു വഴക്കുറപ്പാണ്, അതുകൊണ്ട് കാണാതെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും മോൾക്ക് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്തപ്പോൾ കുറച്ചധികം അവൾക്കൊരു ലുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ ഒരു ലുക്കെന്ന് പറയുന്നത്. ഞാനിപ്പോഴും പറയുന്നത് ഭയങ്കര ലുക്കൊന്നും ഇല്ല കേട്ടോ. ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര ലുക്കായിരിക്കണം, അത്രയും ലുക്കൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഉറക്കമൊന്നും വരാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ IPL ഒക്കെ തുടങ്ങിയതുകൊണ്ട് എന്തായാലും നമുക്ക് TV കാണാൻ പറ്റത്തില്ല, അതിൻ്റെ ഫ്രണ്ടിൽ കയറി ഇരിക്കുക, ഒരു സീരിയലോ ഒന്നും കാണാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പം മോള് പറഞ്ഞു അമ്മ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്കാണ് നമുക്ക് ഗെറ്റ് റെഡി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ പെരുന്നാൾ കൂടിയൊന്നും എടുത്തില്ല, നമ്മുടെ അനിയത്തിയുടെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളായിരുന്നു. അപ്പം അന്ന് എടുത്ത ഡ്രസ്സുകൾ തന്നെ ഇപ്പോൾ പെരുന്നാൾ കൂടിയായിട്ട് ഇടുന്നത്. പിന്നെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് മാത്രം ഡ്രസ്സ് എടുത്തിട്ടോ. അപ്പോൾ ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നതിന് ശേഷം കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പം ഞാനൊരു കമ്മലെടുത്ത് ഇടുന്നുണ്ട്, അപ്പോൾ അത് ഡ്രസ്സിന് മാച്ച് അല്ല, ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. പിന്നെ അത് തന്നെ അങ്ങ് ഞാൻ സെലക്ട് ചെയ്ത് ഇടുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മുടി കെട്ടുന്നത് കാണിക്കുന്നില്ല, മോൾക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ മുടി കെട്ടുന്നത്. അപ്പോൾ മോൾ എടുത്തിരിക്കുന്നത് സറാറയാണ്, ഞാനൊരു ബ്ലാക്ക് ടോപ്പായിട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് സറാറ ഇട്ട് വന്നപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് എൻ്റെ സറാറയാണ് കേട്ടോ, അനിയത്തി എനിക്ക് മേടിച്ച് തന്നത്. അപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഇട്ട് ഇടാൻ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് അവളുടെ വാപ്പാടുത്ത് നിന്നപ്പോൾ അവളെ വാപ്പ പറഞ്ഞു എന്നെക്കാട്ടിയൊന്നും ചേരുന്നത് അവൾക്കാണെന്ന്. അപ്പോൾ അത് കേട്ടപ്പോഴേ പറയൂ എനിക്ക് തരുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇഷ്ടമായോ? നല്ല രസമല്ലേ എൻ്റെ മോളെ കാണാൻ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ മോളെ നല്ല രസമുണ്ട്, തട്ടമൊക്കെ ഇട്ട് വന്നപ്പോൾ ഒരു വലിയ കൊച്ചിനെ പോലെ.
നന്നായിട്ടുണ്ടല്ലേ. ഞാനൊരു മഞ്ഞ ഷാളാട്ടോ എടുത്തത്. അത് എന്നെ തിന്നുന്നൊരു ഷാള്. പിന്നെ ഞാനത് മാറ്റാനൊന്നും പോയില്ല, ഇത് തന്നെ എടുത്ത്. പിന്നെ ഒരു കാര്യം, സന ബേബി എണീക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്ത് തീർക്കണം, ഇല്ലെങ്കിൽ ഗെറ്റ് റെഡിയൊക്കെ പിന്നെ പറയണ്ട. അപ്പം നന്നായിട്ട് നല്ല രസമില്ലേ എൻ്റെ മോളെ കാണാൻ, നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം.